നോക്കിയിട്ടാ വണ്ടി മാരക ലുക്കായിട്ടുണ്ട്. ഒരു ഓട്ടോലോഗിന്റെ കിറ്റ് ഇട്ടിട്ട് ഇത്. ഹലോ ഗൈസ്, പുതിയൊടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പടക്കുതിരകളാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒന്ന് BS6 ഡ്യൂക്ക് 390, എൻ്റെ വണ്ടി തന്നെ. ഇതെൻ്റെ ഫ്രണ്ടിന് വേണ്ടി BS4 ഡ്യൂക്ക് 390 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയിരിക്കുന്നത്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയൊരു വെറൈറ്റി പരിപാടി ചെയ്യാനായിട്ടാണ് പോകുന്നത്. എനിക്ക് ഇപ്പോൾ ഡ്യൂക്ക് ഇറങ്ങിയ ടൈം തൊട്ടേ എനിക്ക് ഈ ഓറഞ്ച് കളറിനോട് പ്രത്യേക താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ച് ഈ ഒരു BS4 ഡ്യൂക്ക് 390യുടെ ഈ ഒരു ടാങ്കിൻ്റെ കവർ ഊരി നമ്മുടെ BS6ൽ സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ലുക്ക് കൊള്ളാമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പുതിയ കിറ്റ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പം പുതിയത് വാങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ കിളക്കി അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ അതിൻ്റെ വണ്ടി ആക്സിഡൻറ്റ് ആയതിനു ശേഷം വണ്ടി പിന്നെ ഫുൾ പണിഞ്ഞിറക്കിയ അന്ന് തൊട്ട് ഇന്ന് വരെ കമൻറ്റ് ബോക്സ് എന്നും വരുന്നൊരു കമൻറ്റാണ്, ഡ്യൂക്ക് പഴയ പവറിലാക്ക്, പഴയ ലുക്കിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ, ടൈൽ കേഡ് കയറ്റി ഫുൾ മോഡിഫൈ ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇപ്പം സ്റ്റോക്ക് കണക്ക് കൊണ്ടിറക്കാനാണ് ഇഷ്ടമെന്ന്. കുറച്ചാൾ കഴിഞ്ഞപ്പം ഈ സ്റ്റോക്ക് ചെറുതായിട്ട് മടുപ്പിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ആ ഒരു പഴയ പവറിലോട്ട് കൊണ്ടുവരാൻ ചെറിയൊരു മോഹം. ഈ കാണുന്ന നമ്മുടെ ഓട്ടോലോഗിൻ്റെ ഒറിജിനൽ കിറ്റാണ്. ഞാൻ വണ്ടി പറഞ്ഞ സമയത്ത് ഈ സൂപ്പർ ഡ്യൂക്ക് കാറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചത് ഓട്ടോലോഗിൻ്റെ ഒറിജിനൽ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് ഒന്നും കൂടെ വണ്ടിയിൽ കയറ്റാന്ന് ചെറിയൊരു മോഹം. പഴയ ലുക്കിൻ്റെ ഒരു പകുതിയോളം ഇത് കയറ്റുമ്പം സെറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഓട്ടോലോഗിൻ്റെ സൈറ്റിൽ കയറാൻ നേരത്ത് 8000 രൂപയാണ് കേട്ടോ. ഇവിടെ കൊറിയറൊക്കെ അയച്ച് GSTയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അയക്കാൻ നേരത്ത് കറക്റ്റ് 8000 രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങാം. 8000 രൂപയ്ക്ക് ഇത് ഉണ്ടാന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാൻ കേട്ടോ. പിന്നെ ഇത് എവിടെയും കിട്ടാത്തുണ്ട്, ഇവരുടെ കയ്യിൽ മാത്രമേ ആദ്യം ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവരുടെ കയ്യിൽ തന്നെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇവരുടെ തന്നെ സെയിം ഒരു കോപ്പി, ഈ കിറ്റിൻ്റെ സെയിം കോപ്പി ഒരു സംഭവമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓട്ടോലോഗിൻ്റെ കോപ്പി എന്ന് പറഞ്ഞിട്ട്. കോപ്പി എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഓട്ടോലോഗാണ് ഈ ഡിസൈൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വേറെ ചെയ്യാൻ നേരത്തെ ഇവരുടെ കോപ്പി തന്നെ തികച്ചും പറയാം. പക്ഷേ ക്വാളിറ്റിയിൽ കുറവുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹെവി വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ തറ വീണാൽ പൊട്ടും, മറ്റേതൊക്കെ പൊട്ടി തകർന്നു പോയതാണ്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഫൈബർ എന്നൊക്കെ പറയില്ല, നമ്മളിപ്പോൾ V3യുടെ അണ്ടർബെല്ലി ടാങ്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ആ ഒരു സെയിം മെറ്റീരിയലാണ് ഈ ഒരു ഓട്ടോലോഗിൻ്റെ കിറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഡൂപ്പും നല്ല ഏതാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാം. ഇപ്പം രണ്ടും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ട ഈ ഒരു ഡൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോലോഗിൻ്റെ കിറ്റാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 570 കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 സംതിങ് ആണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചേക്കാം. അപ്പോൾ വെയിറ്റ് കുറവ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടാങ്കിൽ നല്ല രീതിക്ക് ഒട്ടിയിരിക്കുകയും ചെയ്യും. മാത്രമല്ല വണ്ടിയുടെ വെയിറ്റ് കൊടുത്തില്ല, നല്ലൊരു സ്റ്റെബിലിറ്റിയും കിട്ടും കേട്ടോ. സംഭവം അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. പിന്നെ ഇതിൽ പെയിൻ്റ് ഒന്നും അടിച്ചല്ല വരുന്നത്, നമ്മൾ സാധാ ഫൈബർ. നമ്മളിപ്പോൾ ആ ഒരു കളർ വന്നത് ഒരു ഓറഞ്ച് കളറായിരുന്നു, അത് ഞാൻ മാറ്റി ബ്ലാക്കിലോട്ട് ആക്കിയതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സാധാ ഫൈബർ ആക്കി ഇരിക്കുകയാണ്. ഇതിൻ്റെ അതിൻ്റെ പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റ് അടിച്ചിട്ടാണല്ലോ ഓട്ടോലോഗിൻ്റെ കിറ്റെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ അതിന് വരുന്ന 8000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി പ്രൈസ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. പക്ഷെ നല്ല കിടിലം ബെറ്റർ ക്വാളിറ്റിയാണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി കൂടുതലുമാണ്. കണ്ട നല്ല സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഈ ഒരു ഓട്ടോലോഗിൻ്റെ കിറ്റ് നമ്മൾ ഡ്യൂക്കിൽ കയറ്റുന്നുണ്ട് കേട്ടോ, താമസിക്കാതെ തന്നെ കയറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഓറഞ്ച് കിറ്റ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് കളർ കോമ്പിനേഷനൊക്കെ ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ ഒരു കിറ്റും ആ ഒരു ഓറഞ്ചിലോട്ട് ആക്കിയിട്ട് ഡ്യൂക്ക് എന്നുള്ള ലേബൽ ഇതിൻ്റെ മുകളിൽ കൂടെ എഴുതിയിട്ട് ഒരു സ്റ്റോക്ക് ടാങ്ക് എങ്ങനെ ഇരിക്കും അതിന് കുറച്ച് ബൾജായിട്ട് എങ്ങനെ ഇരിക്കും അതേപോലെ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോലോഗിൻ്റെ കിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ, ഇത് എനിക്ക് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ കയറി മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എവിടെ ആയാലും കുഴപ്പമില്ല, എവിടെ വേണം കൊറിയർ അയച്ചുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി മെസ്സേജ് ചെയ്യാൻ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൽ മെസ്സേജ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ കൊണ്ട് തരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമ്മളെ മെയിൻ പരിപാടിയിലായിട്ട് പോകാം. നമ്മൾ ഈ ഒരു ടാങ്ക് തമ്മിലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവേ. ടാങ്ക് ഇതാ ഫുൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് കവർ നോക്കാം വണ്ടിക്ക് ചേരുന്നുണ്ടാന്ന് നോക്കാം കേട്ടോ. അടിപൊളി ആയിരിക്കണേ ഭഗവാനെ. ഒക്കെ നോക്കട്ടെ സൈഡിൽ നിന്നുള്ള
ഗൈസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ കുറച്ച് ദൂരെ നിന്നൊക്കെ നോക്കിയിട്ടാ, വണ്ടി മാരക ലുക്കായിട്ടുണ്ട്. ഒരു പഴയ ആ ഒരു ഓറഞ്ച് പവർ ഇപ്പോൾ വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഫുള്ള് ഇപ്പോൾ ഓറഞ്ച്. അതാ ഈ ഒരു ടാങ്ക് ചേസ് ഫ്രണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റിന് ഇവിടെ ചെറിയ ഓറഞ്ച് ഹാൻഡ് ഗാർഡ് ചിലപ്പോൾ റിമൂവ് ആകും കേട്ടോ. ബേക്ക് ഭാഗത്ത് പോകാൻ നേരത്ത് ഫുള്ള് ബ്ലാക്കാണ്. ബേക്ക് ഒലോയി ബ്ലാക്ക്, ക്യാരിയർ ബ്ലാക്ക്, ഈ ഒരു ഭാഗം ചേസ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു മാച്ചിങ് ആണൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. രണ്ടും കൂടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടാ ഞാൻ. എങ്ങനെയുണ്ട് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്? ഒരു രക്ഷയില്ലല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഓറഞ്ച് ടാങ്ക് നമ്മളെ BS6 കയറ്റിയപ്പോൾ ഉണ്ടല്ലോ, വണ്ടിയുടെ ലെവൽ അങ്ങ് മാറിക്കളഞ്ഞിട്ട്. ഞാൻ അവൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ചു ചോദിച്ചെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് അവൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് തരാമെന്നിട്ടാ പറഞ്ഞു. അച്ഛനച്ഛൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടാ 2 ദിവസം യൂസ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു തരാടാ. പുതിയൊരു ടാങ്കിൻ്റെ കിറ്റ്, പുതിയൊരു ടാങ്കിൻ്റെ കവർ കിട്ടുന്നവരെ, അതായത് ഷോറൂമിൽ ഇപ്പോൾ ഓർഡർ ചെയ്താലും കുറച്ച് ഡിലേ എടുക്കില്ല. ഇപ്പോൾ പുതിയ ടാങ്ക് കിട്ടുന്നവരെ എൻ്റെ വണ്ടി ഇരുന്ന് ഞാൻ നിന്ന് ഷോയൊക്കെ കാണിച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നിനക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞ്. ഇതൊന്നും അല്ല കോമഡി, ഇതിൻ്റെ അകത്ത് ഇരുന്ന ടാങ്ക് നമ്മുടെ BS4 ഡിവിക്ക് വെച്ചപ്പോൾ ഉള്ള ലുക്കുകളെ കാണിച്ചു തരാം. പൊളിയാണ്. ഇതാണ് നമ്മളെ BS6 ടാങ്ക് അവർ BS4 വെച്ചുള്ള ലുക്ക് കേട്ടോ. സത്യം പറയാല്ല, വകയ്ക്ക് കൊള്ളത്തില്ല, ഒട്ടും മാച്ചിങ് ഇല്ല. ഒരു സ്ഥലത്തുനിന്നും ഒരു മാച്ചിങ്ങും ഇല്ലാത്തൊരു സംഭവം. നമ്മളെ ഡ്യൂക്കിൻ്റെ ആ ഒരു കവർ എന്ന് വെച്ചാൽ ചേസിൽ ഓറഞ്ച്, അലോയി ഓറഞ്ചൊക്കെ ആയതുകൊണ്ട് അതിൽ പക്ക മാച്ചിങ് ചെയ്യും. പക്ഷേ ഈ ഒരു സിൽവർ കോട്ടിങ് ഈ BS4ൻ്റെ അകത്ത് എവിടെയും ഇല്ല. ആ ഒരു BS6 തന്നെ ഈ ഒരു സിൽവർ എങ്ങനെ ചേർന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മാച്ചിങ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒട്ടും മാച്ചിങ് ഇല്ല. ഈ ഒരു വൈറ്റ് കളറും ഓറഞ്ചും ഒരു ബന്ധമില്ലാത്ത കളറാണ് കായ്പോയിട്ടാ. മാത്രമല്ല പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ഓറഞ്ച്, എനിക്ക് തോന്നുന്നു ഈ ഹെഡ്ലൈറ്റിൻ്റെ ഓറഞ്ച് ബ്ലാക്ക് ആക്കിയാൽ വീണ്ടും കുറച്ചും കൂടെ മാച്ചിങ് വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഫോട്ടോ അവനെ അയച്ചു കൊടുത്തപ്പോൾ അവൻ നാളെ കോളേജിൽ പോകണമെന്നാണ് പറയുന്നത്. അവൻ വണ്ടി ഇവിടെ വെച്ചിട്ട് നാളെ സ്കൂട്ടി പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അത്രയ്ക്ക് അവന് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും ഞാൻ 2 ദിവസം കൊണ്ട് നടന്ന് പൊളിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഈ ഒരു ചെറുക്കനെയും കൊണ്ട് നാളെ കുറച്ച് ഫോട്ടോസും കുറച്ച് ട്രിപ്പൊക്കെ പോകണം. അപ്പോൾ ഓറഞ്ച് ടാങ്ക് കവർ കയറ്റണം ഞാൻ ഏകദേശം ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ടാങ്ക് കവർ മാത്രമല്ല, ഈ ഒരു ഓട്ടോലോഗിൻ്റെ കിറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഈ സെയിം ഓറഞ്ച് അടിച്ചിട്ട് അടിച്ചരാ. ഡ്യൂക്ക് എന്നുള്ളതിൻ്റെ D ഒക്കെ അപ്പുറത്ത് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു D ഒക്കെ ഈ ഓട്ടോലോഗിൻ്റെ മണ്ടയിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒറ്റ ലുക്കിൽ ഓറഞ്ച് കളർ ടാങ്കും ഈ ഡ്യൂക്കിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ എല്ലാം വരും. എന്നിട്ട് ഈ ഒരു ഡ്യൂക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് സനലെന്ന് ഈ ഒരു ഡ്യൂക്കിൻ്റെ ഫോണ്ടിൽ എഴുതണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഡ്യൂക്ക് സനൽ, കറക്റ്റ് ഓറഞ്ചിൽ കമ്പനി ബ്രാൻഡിങ് കണക്ക് കിടക്കുകയും ചെയ്യും. നൈസല്ലേ? അപ്പോൾ ഇതിൻ്റെ ബോക്സാണ് കേട്ടോ, ഈ ഒരു കൊറിയർ വന്ന ബോക്സാണിത്. പാക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത പാക്കിങ്ങിലൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വരുന്നത്. ഞാൻ ഈ നമ്മളിപ്പോൾ എടുത്തത് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് കവർ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് പാക്കിങ് ചെയ്ത് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇത് 3ാമത്തെ കവർ സെറ്റ് പാക്കിങ് ആണ് കേട്ടോ, രക്ഷയില്ല. ഓക്കെ, ഇതാ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്ന സംഭവം. നൈസ്, അടിപൊളി. നൈസ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓറഞ്ച് കവർ കയറ്റിപ്പോൾ എങ്ങനെയുണ്ട്? വണ്ടി മാരകമല്ലേ? എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വണ്ടി ഒരു പ്രോഡക്റ്റ് ഷോറൂമിൽ വരേണ്ട താമസം ഒരു രണ്ടാഴ്ചക്ക് പുറത്ത് പോകത്തില്ല. അതിന് മുമ്പ് ഞാൻ എന്തായാലും പെർമനൻ്റ് ആയിട്ട് ഓറഞ്ച് ടാങ്ക് കയറ്റിക്കും കേട്ടോ. ഓട്ടോലോഗ് കയറ്റുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. ഇതും കൂടെ കയറ്റിയാൽ ഈ ഒരു ലുക്ക് പോവോ? പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഓറഞ്ച് തന്നെ കൊണ്ടുവരാനായിട്ട് പോകുന്നു. കുറച്ചുകൂടെ ടാങ്ക് ബൾജ് ചെയ്ത് ഇരിക്കത്തേ ഉള്ളൂ, വൃത്തിയുടെ വരത്തില്ലെന്നാണ് തോന്നണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ടാങ്ക് പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പം അടിപൊളി ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും കിറ്റ് വേണ്ട ഒരു അപ്പം നമ്പർ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. BS6 ഓണർമാർ ഇതിനൊക്കെ ഓറഞ്ചൊക്കെ കയറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് കണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോ. ഒരു മാച്ചിങ്ങിന് ഒരു കുറവുമില്ല കേട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ BS6 ടാങ്ക് എടുത്ത് ഒരിക്കലും BS4 കേട്ടില്ല കേട്ടോ, വേറെ നാശമാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിലേക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.